പ്രേക്ഷകരെ നമസ്കാരം. നിങ്ങളേവരെയും എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, VDS ഗവൺമെൻറ് ആദ്യമായി ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലുള്ള കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവായിരിക്കുന്നു. വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2024 ഒക്ടോബറിൽ നടന്ന ഈ മരണമാണോ കൊലപാതകമാണോ എന്നറിയത്തില്ല. ഈ കേസ് കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയിരുന്നു. ഈ കേസിനെപ്പറ്റി അറിഞ്ഞവർ എല്ലാവരുടെയും കണ്ണുകളിൽ കൂടെ കണ്ണുനീർ ഇറ്റു വീണു. ആ കുടുംബത്തിൻ്റെ മനോവേദനയിൽ ദുഃഖിക്കാത്തവരായിട്ട് ആ കേസിലോട് അനുബന്ധിച്ച ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണെങ്കിലും ഈ കേസിൻ്റെ അന്വേഷണം ആദ്യം തന്നെ VDS ഗവൺമെൻറ് CBIക്ക് വിടുകയാണ്. CBI ഈ കേസ് ഇന്ത്യയിൽ CBI ആണ് ഏറ്റവും പരമോന്നത ഏജൻസി കേസ് അന്വേഷിക്കാൻ പറ്റിയത്. ഈ കേസ് അന്വേഷിച്ച് സത്യാവസ്ഥ നിജസ്ഥിതി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് ആശിക്കാം. എന്താണെങ്കിലും ഇത്രയും പെട്ടെന്ന് ഈ കേസ് CBIക്ക് വിടുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബം പോലും വിചാരിച്ചില്ല. കുടുംബം പോയി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം ഈ കേസ് കൃത്യമായി അന്വേഷിക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ നമ്മൾ എല്ലാവരും മീഡിയയിൽ കൂടെ കണ്ടതാണത്. എന്നാൽ ഇത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് CBIക്ക് സർക്കാർ ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള നടപടി എടുത്തു. അതിന് VDS ഗവൺമെൻറ്റിന് പൊതുജനത്തിൻ്റെ ഒരു സല്യൂട്ട് നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ CBI കേസ് ഏറ്റെടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ കോടതി പറയണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ശുപാർശ ചെയ്യണം, സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യണം. അതിനാലാണ് സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യും എന്ന് അറിയിച്ചത്. കോടതിയിൽ പോയി കോടതിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ നോക്കിയപ്പോൾ ഇതിനു മുമ്പുള്ള ഇടതുപക്ഷ കുടുംബമായ ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പാർട്ടി സംരക്ഷിക്കുകയല്ലാതെ എതിർപക്ഷത്ത് നിൽക്കുകയായിരുന്നു. ഒരേ സമയം വേട്ടക്കാരൻ്റെ ഒപ്പവും അതേപോലെ ഇരയോടൊപ്പവും നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഗവൺമെൻറ് കാണിച്ചത്. സത്യസന്ധമായിട്ടൊരു അന്വേഷണവും നടത്തിയില്ല. ഒരുപാട് അന്വേഷണത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടും അതിനൊക്കെ എതിരായിട്ടാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ ഗവൺമെൻറ് ഈ കേസ് സത്യാവസ്ഥ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് പൊതുജനങ്ങൾക്കൊക്കെ തോന്നിയത്. എന്താണെങ്കിലും വക്കീലും കൂടിയായ VD സതീശൻ സാർ അദ്ദേഹം അവരുടെ അപേക്ഷ പരിഗണിച്ച് ഉടൻ തന്നെ അതിനൊരു സത്വര നടപടി ദിവസങ്ങൾക്കകം വെറും 2 ദിവസം കൊണ്ട് അതിന് നടപടിയെടുത്തുകൊണ്ട് ഒരു മാതൃക ഭരണം തന്നെയാണ് കാഴ്ച വെച്ച് തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും ഇതൊരു ആശയ്ക്കുള്ളൊരു വകയാണ്. ഇതേപോലെ തന്നെ കഴിഞ്ഞ കാല ഗവൺമെൻറ്റിൻ്റെ എല്ലാ ദുഷ്ചെയ്തികളും അന്വേഷണങ്ങളും അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലജിയും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എത്രയും ശക്തമായ അയ്യപ്പക്കൊള്ള കേസും അന്വേഷിച്ച് കുറ്റക്കാരെയെല്ലാം ജയിലിലടയ്ക്കും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് കരുതാം. ഈ കേസ് CBI സത്യസന്ധമായി അന്വേഷിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അത് നിവൃത്തിയുള്ളൂ. അല്ലാതെ ഏതൊക്കെ ഓരോരോ രാഷ്ട്രീയ മുൻപാണ് അന്വേഷിക്കുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ ഒത്തുകൊണ്ട് CBI അന്വേഷിച്ചിട്ടും ഈ കേസിൽ ഒരു കാര്യം ഉണ്ടാവുകയില്ല. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മലക്കം പറഞ്ഞ രീതിയാണ്, അതാണിപ്പോൾ കാണുന്നത്. അതിനാൽ ഈ കേസ് മുൻപ് CBI അന്വേഷിക്കാതെ ഇത്രയും നാൾ വൈകിയത് ഒരു കണക്കിന് കുടുംബത്തിന് നന്നായി, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നന്നായി. ആ കുഞ്ഞുങ്ങൾക്കും നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും നീതി കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓരോ കേസുകളും ഇതുപോലെ അന്വേഷിച്ചുകൊണ്ട് കൊള്ളയും കള്ളത്തരവും നടത്തിയിട്ടുള്ള പ്രതികൾ നിയമത്തിൻ്റെ മുന്നിൽ വരുമെന്ന് നമുക്ക് കരുതാം. പൊതുജനങ്ങൾക്ക് ഒരു നേരായ വഴിയുടെ സത്യത്തിൻ്റെ ഒരു ആശാകിരണങ്ങൾ ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ അടുത്തടുത്ത ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വാർത്താ സമ്മേളനങ്ങളിൽ നിഴലിക്കുന്നത്. പൊതുജനങ്ങൾ ബുദ്ധിമുട്ടി മടുത്താണ് ഈ ഗവൺമെൻറ്റിനെ മാറ്റിക്കൊണ്ട് ഇരുന്നത്. അതിൻ്റെ പോലെ തന്നെ ഒരു
ഒരു ധ്വനി ഇപ്പോൾ കർണാടകയിലും കാണുന്നുണ്ട്. കർണാടകയിലും ഗവൺമെൻറ് മാറിമറിയാൻ പോകുന്നു. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.